ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേയുടെ ഒരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രാജുവേഷൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രെയിൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒത്തിരി പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ പാരൻസിനൊക്കെ അഭിമാനിക്കാൻ പറ്റിയൊരു ടൈമായിരുന്നു ഇത്. ഒത്തിരി നാളുകൾക്ക് ശേഷം ആണ് ഒരു ഗ്രാജുവേഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. 2020 എൻ്റെ ഫസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ബയോകെമിസ്ട്രി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു മേഖല, കൗൺസിലിംഗ് എന്നുള്ള മേഖല താല്പര്യമായതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്തു. ഞങ്ങൾ ഏർലി മോർണിംഗ് 3:30 തന്നെ ഒരു റൂമിലെത്തി. അങ്ങനെ അവിടെ കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ക്രിസ് ബേബി നല്ല ഉറക്കത്തിലായിരുന്നു, ഉറക്കത്തിൻ്റെ ഒരു മൂഡിലൊക്കെ ആയിരുന്നു. കാരണം നൈറ്റ് യാത്രയൊന്നും അത്രയും ഉറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ റൂമിൽ ഉറങ്ങുമായിരുന്നു. ആ ടൈം ഞാൻ നമ്മുടെ ഗ്രാജുവേഷൻ നടക്കുന്ന ഹാളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ കുറച്ച് നടക്കണമായിരുന്നു, ഒരു 5 മിനിറ്റ് നടക്കണം. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ വന്നു, എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മുടെ സീറ്റെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. അങ്ങനെ ഞാൻ റൂമിലെത്തി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞും ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹാളിലേക്ക് വന്നു. അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് അത്രയും കുട്ടികളുള്ളത് കൊണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഗ്രാജുവേഷൻ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്രയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു ഇതായത് കൊണ്ടാണ് 2 പാർട്ടായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഫംഗ്ഷനിൽ ഒത്തിരി വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒത്തിരി പേര് ഈ ഒരു ഫംഗ്ഷനിൽ മുഖ്യാതിഥികളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നത്. നെല്ലറ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. എനിക്കതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കേരള സ്പോർട്സ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ളതും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതുമായിരുന്നു. കൗൺസിലേഴ്സിന് നമ്മുടെ സമൂഹത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ കഴിയുന്നത്, അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രാജുവേഷൻ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമുക്കൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് പോലും, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കേൾക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് 2 മാസത്തേക്ക് മുന്നെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ. ഇന്ന് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയനാടിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൊരു ടൈമാണ്. ഈ ഒരു ടൈം നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസും അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഈ ഒരു വയനാട്ടിലേക്ക് പോവുകയും അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ചെയ്യുകയും അവരുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഒക്കെ
ഫുൾ സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് വളരെയധികം സന്തോഷകരവും വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഇതുപോലെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പ്രോബ്ലംസ് നടക്കുമ്പോൾ നമുക്ക് എവിടെ വേണോ കയറി ചെല്ലാവുന്ന രീതിയിലുള്ള ഒരു റോള് എനിക്കും സ്വന്തമാക്കാൻ പറ്റിയതിൽ, എനിക്കും ഒരു റോളിലേക്ക് എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവതിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. അങ്ങനെ കോഴിക്കോടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അവിടെ ഉള്ള സ്പെഷ്യലായിട്ടുള്ള കലത്തപ്പം അങ്ങനെയുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നടന്നു. അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ റൂമിലൊക്കെ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.